ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന ഡ്രോൺ വീഡിയോ എന്തിൻ്റെന്ന് വെച്ചാൽ മെർഡിഗ 118 എന്ന ഒരു ടവറാണ്. ഇതിൻ്റെ ഉയരം വെച്ച് നോക്കുവാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതിൽ രണ്ടാമത്തെ ടവറാണ്. ഒന്നാമത്തെ ബുർജ് ഖലീഫയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 828 മീറ്ററാണ്. ഇത് രണ്ടാമത്തെ ടവറാണ്. 679 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 679 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 2227 ഫീറ്റ് വരും. മെർഡിഗ 118 നിൽക്കുന്നത് മലേഷ്യയിൽ കുലാലംപൂരാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മലേഷ്യ എന്തുമാത്രം ഗ്രോ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ ഈ മലേഷ്യൻ ട്രിപ്പ് പോകാനുള്ള റീസൺ പറയാം. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ മലേഷ്യൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് കിട്ടി. എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ മലിൻഡോ എയർവേസ് തന്നെയായിരുന്നു. മലിൻഡോ എയർവേസിൽ റേറ്റ് കുറവാണെങ്കിലും നല്ല സർവീസ് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മലേഷ്യ കാണണം, ലങ്കാവി കാണണം എന്നൊക്കെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് പോയ ഒരു ട്രിപ്പല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഫ്ലൈറ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്ത് ഏകദേശം 1 വീക്ക് കൊണ്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് പെട്ടെന്നായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുപെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ് ആണ്. ഓരോ വെബ്സൈറ്റുകളൊക്കെ കയറി നോക്കി ഒരുപാട് ടൈം എടുത്തു. പിന്നെ അഗോഡയിൽ നിന്നാണ് കൂടുതൽ ബുക്ക് ചെയ്തത്. പിന്നെ booking.com ബുക്ക് ചെയ്തു. രണ്ടിൽ നിന്ന് ബുക്ക് ചെയ്തു. ഞാൻ റിവ്യൂസ് നോക്കിയാണ് കൂടുതലും ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. ലങ്കാവിയിലാണെങ്കിലും നല്ല ഹോട്ടലായിരുന്നു. കുലാലംപൂർ നല്ല ഹോട്ടലാണ്. കുലാലംപൂർ എനിക്ക് തോന്നിയത് എല്ലാത്തിലും കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് തോന്നി. ട്രാവലിങ്ങിനൊക്കെ ഭയങ്കര പ്രൈസായിട്ട് തോന്നി കുലാലംപൂർ. അതുപോലെ തന്നെ നമ്മൾ ടവറിലൊക്കെ കയറുന്നതിനും നല്ല പ്രൈസായിട്ട് തോന്നി. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടവറിനകത്ത് നമുക്കപ്പം എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എൻട്രി ഇല്ലായിരുന്നു. ഇതാണിപ്പം ലോകത്തിലെ രണ്ടാമത്തെ ഹൈയസ്റ്റ് ടവർ. ഈ ടവർ നിൽക്കുന്നത് സിറ്റി തന്നെയാണ്, കുലാലംപൂർ സിറ്റി തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുനിന്ന് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ടാക്സി പിടിച്ച് കുറച്ച് ലോങ് ട്രാവൽ ചെയ്ത് പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്തത്. അപ്പം അവിടെ നിന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഡ്രോൺ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന ആ ഒരു ഫുട്ടേജ് നമുക്ക് കിട്ടിയത്. അപ്പം അവിടെ നിന്നും വന്നിട്ട് ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തെടുക്കുവാണ്. ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താലും മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.